മലേഷ്യയിലെത്തിയപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അവിടുത്തെ ഹോട്ടൽ തന്നെയാണ് കേട്ടോ നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നത്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് എന്തൊക്കെയാണെന്ന് പോയി നോക്കിയാലോ? ഇത് അവരവിടെ ബഫേ ആണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. ആദ്യം തന്നെ നമുക്കുണ്ടായിരുന്നത് ഈ ഒരു സ്പെഷ്യൽ ഡിഷ് ആയിരുന്നു കേട്ടോ. ഇതൊരു ചൈനീസ് നൂഡിൽസ് വെറൈറ്റി ആണെന്നാണ് ഞാൻ അറിഞ്ഞത്. എന്തായാലും ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ സ്വീറ്റ് കോണും വെജിറ്റബിൾസും ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഫേവറേറ്റ് പൊട്ടാറ്റോ ഫ്രൈസ്. പിന്നെ അവിടെ നെക്സ്റ്റ് ഉണ്ടായിരുന്നത് ഈ ഒരു ഐറ്റം ആണ് കേട്ടോ. ഇത് എനിക്ക് അത്ര താല്പര്യമില്ലാത്ത കാരണം ഞാൻ ഇച്ചിരി എടുത്തുള്ളൂ. പിന്നെ അവിടെ എനിക്ക് സ്പെഷ്യലായിട്ട് തോന്നിയത് ഈ ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിന് എന്തിനാ ഫ്രൈഡ് റൈസ് വെക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ സംഭവം രസമുള്ള കാരണം ഞാനും കുറച്ചെടുത്തു. പിന്നെ അവിടുത്തെ ഒരു മസ്റ്റ് ഐറ്റം ആയിരുന്നു കേട്ടോ എഗ്ഗ്. നമുക്ക് ഇന്ന് രാവിലെ സ്ക്രാമ്പിൾഡ് എഗ്ഗാണ് കിട്ടിയത്. അതിനുശേഷം നമുക്കുണ്ടായിരുന്നത് ഈ ചിക്കൻ സോസേജ് ആയിരുന്നു കേട്ടോ. അതും കുറച്ചെടുത്തതിന് ശേഷം നമ്മൾ നേരെ പോയത് കോഫി സെക്ഷനിലേക്കായിരുന്നു. കോഫി നമുക്ക് എടുത്തിട്ട് നമ്മുടെ ഇഷ്ടാനുസരണം പാലൊഴിച്ച് ഇഷ്ടമുള്ള കടുപ്പത്തിൽ എടുക്കായിരുന്നു കേട്ടോ. ഇതിനൊക്കെ പുറമെ നമുക്ക് കട്ട് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നേ. കട്ട് ഫ്രൂട്ട്സ് എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും പ്ലേറ്റിൽ സ്ഥലമില്ലാത്ത കാരണം പിന്നെ വന്ന് എടുക്കാമെന്ന് കരുതി. പിന്നെ ഡ്രിങ്ക്സ് ആയിട്ട് നമുക്ക് ഈ ഓറഞ്ച് ജ്യൂസും കൂടെ ഉണ്ടായിരുന്നേ. ഫുഡൊക്കെ അടിപൊളി. എന്നാൽ അതിലും അടിപൊളിയായിരുന്നു കേട്ടോ അത് കഴിക്കാൻ പോകുന്ന സ്ഥലം. ഹോട്ടലിന്റെ 14ാം നിലയുടെ റൂഫ് ടോപ്പിൽ ഇരുന്നിട്ടായിരുന്നു നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അവിടുന്ന് നോക്കിയാൽ മലേഷ്യ ഒരുവിധം മൊത്തത്തിൽ കാണാമായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഇന്ത്യൻസിന് വേണ്ടിയിട്ട് ദോശയും സാമ്പാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നാട്ടിൽ കഴിക്കുന്ന കാരണം ഞാൻ അത് എടുത്തില്ല. പകരം ഈ ലെറ്റ്യൂസ് ഒന്ന് ട്രൈ ചെയ്തു. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ മലേഷ്യൻ ബ്രേക്ക്ഫാസ്റ്റിന്റെ വിശേഷങ്ങൾ. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.